കാര്യവട്ടത്തെ ബയോടെക്നോളജി കോളേജിലെ റാഗിങ്, ക്രൂരമായ റാഗിങ് ആണ് അവിടെ നടക്കുന്നത്. SFIക്കാരുടെ നേതൃത്വത്തിലാണ് ആ റാഗിങ് അവിടെ നടന്നത്. കേരളത്തെ നമ്മൾ കോട്ടയം നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിന്റെ ആ ക്രൂര രൂപം നമ്മൾ കണ്ടു. കേരളം ഞെട്ടിത്തറിച്ചു. അതേപോലെ തന്നെയാണ് കാര്യവട്ടത്ത് നടക്കുന്നത്. പൂക്കോട് നമുക്കറിയാം, അവിടുത്തെ വെറ്റിനറി കോളേജിലെ അവിടെ സിദ്ധാർത്ഥനെ SFIക്കാർ കൊന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇന്ന് 1 വർഷം തികയാണ്. ആ മാതാപിതാക്കളുടെ വിലാപം നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മകനെ പഠിക്കാൻ അയച്ചിട്ട് അവനെ കോളേജിനകത്തുള്ള രാഷ്ട്രീയ സംഘടനകളും അതിന് കൂട്ടുനിൽക്കുന്ന അധ്യാപകരും അതിന് കൂട്ടുനിൽക്കുന്ന അവിടുത്തെ ക്ലാർക്കന്മാരും മറ്റും ആ കുട്ടികളെ രാഷ്ട്രീയം പഠിപ്പിക്കുകയാണ്. അവരെ പഠനത്തിനല്ല ഉപയോഗിക്കുന്നത്. അവർക്ക് വഴങ്ങാത്ത കുട്ടികളെ റാഗിങ്ങിന്റെ പേരിൽ തല്ലിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടു. പട്ടിണിക്കിടും, ക്രൂരമായി പീഡിപ്പിക്കും, വെയിലത്ത് നിർത്തും, അവിടെ പാറപ്പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കും. എത്ര ക്രൂര വിനോദമാണ് ഇത്! കാണാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മനസാക്ഷിയില്ലേ? ഇത് കാണാൻ കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇല്ലേ ഇവിടെ? ഇത് കാണാൻ വെറ്റിനറി കോളേജിന്റെ ഡയറക്ടർമാരില്ലേ? ചീഫ് സെക്രട്ടറി ഇല്ലേ? ഹോം സെക്രട്ടറി ഇല്ലേ? എത്ര ക്രൂരമായിട്ടാണ് കേരളത്തിൽ ഈ രാഷ്ട്രീയ സംഘടനകൾ പിണിയാളുകൾ പ്രവർത്തിക്കുന്നത്. ഇത് നിരോധിക്കണ്ടേ? കേരളത്തിലെ SFI നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഗവർണർ അതാണ് ചിന്തിക്കേണ്ടത്. കാരണം പൂക്കോട് സിദ്ധാർത്ഥനെ കൊന്നു. കോട്ടയത്തെ ഏകദേശം 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അത് സീനിയർ വിദ്യാർത്ഥികളെയാണ്. ദേഹം മുഴുവൻ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് അവിടെ ഡെറ്റോൾ ഒഴിച്ചു, അവിടെ ലോഷൻ ഒഴിച്ചു, അവരുടെ മുഖത്തൊഴിച്ചു, കണ്ണിലൊഴിച്ചു ലോഷൻ. എത്ര ക്രൂരമായ, മൃഗങ്ങൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്രൂരതയാണ് ആ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന കേരളത്തിലെ പല ജനങ്ങളുടെയും മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നത്. കോട്ടയത്ത് അതാണ് നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇപ്പം കാര്യവട്ടത്ത് കുറെ നാളുകളായി ഒരു സംഘടന മാത്രം പ്രവർത്തിക്കുന്ന ആ കോളേജിലെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാത്ത കുട്ടികളെ അവർ റാഗിയും, ക്രൂരമായി റാഗിയും. അതിന് അവിടുത്തെ പോലീസും കുറെ സപ്പോർട്ടാണ്, അവിടുത്തെ സംഘടന ആൾക്കാരും സപ്പോർട്ടാണ്, അധ്യാപകരും സപ്പോർട്ടാണ്. എന്തായാലും നമുക്കിത് നിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. എത്ര കോളേജുകളാണ് കേരളത്തിൽ? ഓരോന്നോരോന്ന് പരിശോധിച്ച് നോക്കിക്കോളൂ. എത്ര കുട്ടികളാണ് മരണമടഞ്ഞത്? എത്ര കുട്ടികൾക്കാണ് അവരുടെ പഠനത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നത്? എത്ര കുട്ടികൾക്കാണ് കാലും കൈയും ഒക്കെ നഷ്ടപ്പെട്ടത്? പെൺകുട്ടികളും ആൺകുട്ടികളെല്ലാം ഒരുപോലെ കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായ SFIക്കാരുടെ ക്രൂരമായ ആ പീഡനത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. ഏതായാലും പോലീസ് ഇതിനകത്ത് കൃത്യമായി ഉണരണം. കാരണം ഈ കാര്യവട്ടത്തെ അവിടുത്തെ സംഭവം, അവിടെ ബിൻസ് ജോസ് എന്ന് പറഞ്ഞ ബയോടെക്നോളജി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ ഒരു സുഹൃത്തും അവര് ഗ്രൗണ്ടില് അധ്യാപകരോട് പറഞ്ഞിട്ട് കളിക്കാൻ പോയി. അത് അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ കളിച്ചുകൊണ്ടിരുന്നവർക്ക് പിടിച്ചില്ല. അതിനകത്ത് ആ ബിൻസ് ജോസിന്റെ കൂട്ടുകാരനെ അവര് ആദ്യം അവനെ പിടിച്ച് അവന്റെ നട്ടല് തകരത്തക്ക രീതിയിൽ എടുത്തിട്ട് മർദ്ദിച്ചു. അവൻ കരഞ്ഞുകൊണ്ട് ഓടി പ്രിൻസിപ്പളിന്റെ മുറിയിൽ അഭയം തേടി. അവന്റെ സുഹൃത്ത് ബിൻസ് ജോൺസ് അവനെ അവർ പിടിച്ച് ആ SFIക്കാരുടെ, അവർക്ക് ഓരോ യൂണിയൻ ഓഫീസും ഉണ്ട്. എന്ത് രാഷ്ട്രീയമായ ഉത്തേജനമാണ് ഇവർക്ക് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലാകും. അവർക്കെല്ലാവർക്കും ഓരോ കോളേജുകളിലും ഈ നേതാക്കന്മാർക്ക്, ഈ പീഡനം നടത്തുന്ന ഈ SFIക്കാർക്ക് ഓരോ മുറി കൊടുക്കുകയാണ്. എന്തിനാണ് മുറി കൊടുക്കുന്നത്? അങ്ങനെ യൂണിയൻ പ്രവർത്തനം അല്ലല്ലോ നമുക്ക് ആവശ്യം. നമുക്ക് വിദ്യാഭ്യാസമുള്ളേ. ഈ ബിൻസ് ജോൺസ് എന്ന് പറയുന്ന ആ SFIക്കാർ ക്രൂരമായി റാഗ് ചെയ്ത ആ കുട്ടിയുടെ മെറിറ്റ് നമ്മൾ നോക്കിക്കോണം. അയാള് 9 A+ കിട്ടിയ വ്യക്തിയാണ്. ക്ലാസ്സിലെ ടോപ്പറാണ് അയാള്. ആ അമ്മയുടെ വിലാപം നമ്മൾ കാണുന്നുണ്ട്. ബിൻസ് 10ാം ക്ലാസ്സിൽ 9 A+ഉം 1 Aയും കിട്ടി. 1 A+ അദ്ദേഹത്തിന് കുറഞ്ഞു പോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് എഞ്ചിനീയറിംഗിന് മെറിറ്റില് അഡ്മിഷൻ കിട്ടിയില്ല. നിരാശനായി. ഏതായാലും പേരൻസിന്റെ നിർബന്ധം കാരണം, ജോസിന്റെ ഭാര്യയുടെയും നിർബന്ധം കാരണം ബയോടെക്നോളജി ഫസ്റ്റ് ഇയർ എടുത്തു. അവിടെ ലാബും ബയോടെക്നോളജി ക്ലാസ്സും മാത്രമായിരുന്നു അവന്റെ ലോകം. അവൻ അതിൽ ആസ്വദിച്ചു. അവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരുന്നു. ഇടയ്ക്ക് അവനും അവന്റെ കൂട്ടുകാരനും ഒന്ന് കളിക്കാൻ പോയി ഗ്രൗണ്ടിലെ. അവിടെ കൊണ്ട് തീർന്നു. 3ാം വർഷത്തെ സീനിയർ SFI വിദ്യാർത്ഥികള് അവര് ഈ ആദ്യത്തെ പയ്യനെ കയറിപ്പോടാ എന്ന് പറഞ്ഞ് അവനെ കയറ്റിവിടാൻ ശ്രമിച്ചു. അവൻ പ്രിൻസിപ്പളിനോട് അനുവാദം വാങ്ങിച്ചിട്ടാണ് ഗ്രൗണ്ടിൽ കളിക്കാൻ വന്നതെന്ന് പറഞ്ഞു. അവനെ നട്ടല് നോക്കി കൊടുത്തു. അവനെ പേടിച്ച്
ജീവരക്ഷാർത്ഥം ഓടി പ്രിൻസിപ്പളിന്റെ മുറിയിൽ അഭയം തേടി. തൊട്ടുപിറകെ ഇത് ബയോടെക്നോളജി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആയ ബിൻ ജോൺസ് ഉണ്ടായിരുന്നു. അവനെ പിടിച്ചിട്ട് അതിഭീകരമായി മർദ്ദിച്ചിട്ട് അവര് പ്രിൻസിപ്പലിന്റെ അങ്ങോട്ട് ഓടിപ്പോകാൻ ശ്രമിച്ച് അവനെ തടഞ്ഞ് അവരുടെ ഇടിമുറിയിൽ കൊണ്ടുപോയി ഭീകരമായിട്ട് മർദ്ദിച്ച് സ്റ്റമ്പ് കൊണ്ടും അത് ക്രിക്കറ്റിന്റെ സ്റ്റമ്പ് കൊണ്ടും അവിടെ ഇരുന്ന വടി കൊണ്ടും ഒക്കെ അടിച്ച് അവനെ നിരപ്പാക്കി അവനെ മുട്ടുകുത്തി 15 മിനിറ്റോളം നിർത്തി. വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല. പിന്നീട് അവർ വെള്ളം കൊടുത്തു, കാരണം ഇവൻ മരിച്ചു പോകുമെന്ന് കരുതി. ആ വെള്ളത്തിനകത്ത് നിറയെ തുപ്പി അവര്. അതിനുശേഷം ആ വെള്ളം കുടിപ്പിച്ചു. അത് അയാളെ മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഈ വിവരം അറിഞ്ഞിട്ട് അവിടെ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് ആദ്യം ഒന്നും ചെയ്തില്ല. എന്താണ് പോലീസിന് ഇത്ര അമാന്തം കേസെടുക്കാൻ? അത് കോളേജിലായാലും സ്കൂളിലായാലും ഒരു കുട്ടി പരാതിപ്പെട്ട് അവരെ കോളേജിനകത്ത് വെച്ച് അടിച്ചാൽ അതൊരു ഇന്റേണൽ അവിടുത്തെ ആൾക്കാരുടെ ചുമതലയല്ല, അവിടുത്തെ ലോക്കൽ SIയും അല്ലെങ്കിൽ ലോക്കൽ CIയുടെയും അവിടുത്തെ DYSPയുടെ ചുമതലയാണ്. ഒരു കോളേജിലോ സ്കൂളിലോ ഒരു കുട്ടിയെ മർദ്ദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് എടുക്കണം. അല്ലാതെ ആ കോളേജുകാരുടെ ആ ഒരു റിപ്പോർട്ട് കിട്ടാനല്ല പോലീസിനെ വിനിയോഗിച്ചിരിക്കുന്നത്. ആര് വന്നാലും അങ്ങനെ കേസെടുക്കണം. ആ മൊഴി വിശ്വസിക്കുന്നെങ്കിൽ കേസെടുക്കണം. കേസെടുത്തു കഴിഞ്ഞ് പിന്നെ അത് റെഫർ ചെയ്യുകയോ എന്തുവേണം ചെയ്യാം, പക്ഷേ FIR എടുത്തേ പറ്റുള്ളൂ. ഇവിടെ ഈ കോളേജുകളിലെ ഈ മുറി കൊടുത്ത ആ കോളേജ് പ്രിൻസിപ്പളിനെ എല്ലാ കേസിനകത്തും പ്രതിയാക്കേണ്ടി വരും. കാരണം അതിനുള്ള നിയമ നടപടികളിലോട്ട് പോലീസ് പോയില്ലെങ്കിൽ ജനങ്ങൾ സംഘടിച്ച് അതിന് പോകണം. കാരണം കോളേജിലെ അധ്യാപകനും അവിടുത്തെ പ്രിൻസിപ്പളും അവരാണ് ഈ കുട്ടികളെ നിയന്ത്രിക്കേണ്ടത്. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ പോലീസിൽ പരാതിപ്പെടണം. ഇവന്മാരെ കോളേജിൽ നിന്ന് ഡീബാർ ചെയ്ത് കളയണവന്മാരെ. ക്രിമിനലിനെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളല്ല കേരളത്തിലെ കോളേജുകൾ. കോട്ടയത്തെ നമ്മൾ ഡിസ്മിസ് ചെയ്ത് അവരെ കേരളത്തിലെ ഒരു കോളേജിലും പഠിപ്പിക്കരുതെന്നാണ് പറയുന്നത്. കാരണം ക്രിമിനലായി ആണ് അവര് ഇത്രയും വർഷം അവര് 16, 17, 18 വയസ്സ് വരെ ക്രിമിനലായി ജീവിച്ച കുട്ടികളാണ്. അത് മറ്റു കുട്ടികൾക്ക് അരോചകമാണ്. അവരുടെ പഠനം നടക്കത്തില്ല. കേരളത്തിൽ നിരോധിക്കേണ്ട സംഘടന തന്നെയാണ് SFI. ഓരോന്ന് നമ്മൾ എടുത്തു നോക്കിക്കോളൂ. പൂക്കോട്, അതും കോട്ടയത്തായി, അതിന് കൊല്ലത്തെ ഒരു നഴ്സിംഗ് കോളേജിലെ ഒരു പ്രശ്നം, ഇപ്പം കാര്യവട്ടത്ത് കുറെ നാളായി. കേരള യൂണിവേഴ്സിറ്റിയിൽ എത്ര പ്രാവശ്യമാണ് തല്ലും അടിയും നടക്കുന്നത്. പോലീസൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയക്കാര് ഇവർക്ക് പിന്തുണ കൊടുക്കരുത്. SFIയിൽ പ്രവർത്തിക്കുന്ന കുട്ടി ആ സംഘടന കേരളത്തിൽ നിരോധിക്കേണ്ട സമയമായി. കാരണം എറണാകുളത്തെ ഓരോ കോളേജിൽ നമ്മൾ പരിശോധിച്ചോളൂ, അവിടെയെല്ലാം പത്തനംതിട്ടയിലും കൊല്ലത്തും ഒക്കെ ലോ കോളേജുകളിൽ അവിടെ കുറെ കുട്ടികൾക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് SFIക്കാരെ. അപ്പൊ അതുകൊണ്ട് ഇവര് ക്രിമിനൽ സംഘമാണ് എന്ന് ബോധ്യമാണ്. ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് ആ സംഘടനയെ നിരോധിക്കാനായിട്ട് ഗവൺമെന്റ് നടപടി എടുക്കണം. ഗവൺമെന്റിന്റെ കുഞ്ഞാടുകളായിരിക്കാം ചിലപ്പോൾ, അതൊന്നും നോക്കരുത്. ഗവൺമെന്റിന് ഒരു കൃത്യമായ ഭരണഘടന അനുസരിച്ച് ഭരിച്ചു നടക്കുന്ന ഒരു ഗവൺമെന്റിനോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു കൃത്യമായി ഇത് നിരോധിക്കേണ്ട സംഘടനയാണ്. കോളേജുകളിലൊന്നും രാഷ്ട്രീയം കാരെ വാർത്തെടുക്കുന്നതല്ല ഉദ്ദേശം. വിദ്യാഭ്യാസപരമായി നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേക ഓർമ്മ വരണം. കാരണം പൂക്കോട് ആ സിദ്ധാർത്ഥൻ എന്ന ആ ഒരു കുട്ടിയെ കൊന്നത് 2-3 ദിവസം കൊണ്ട് പട്ടിണിക്കിട്ട് തല്ലിച്ചതച്ച് അവനെ വെയിലത്തിട്ട് അവരെ കക്കൂസി കൊണ്ട് കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. അത് മർഡർ കേസാണ്. പക്ഷെ അതിനകത്ത് CBI അന്വേഷണം വന്ന് ആര് വന്നാലും ശരി, അത് ക്ലീൻ ആയിട്ട് ഒരു മർഡറാണ്. അപ്പനും അമ്മയ്ക്കും ആ കുട്ടിയെ നഷ്ടപ്പെട്ടു. ആ ആൺകൊച്ചിനെ വിലാപം, അതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അത് തന്നെയല്ലേ ഏലപ്പാറക്കാരൻ ആ ഒരു കൊച്ചിനെ കൂടുതലായിട്ട് അവർ ചെയ്ത പ്രവൃത്തി. അവനെ കണ്ട് കാലും കൈയും കെട്ടിയിട്ടിട്ട് അവന്റെ ദേഹത്ത് മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ്, അതൊക്കെ എത്ര ക്രൂരമായ വിനോദമാണ്. അവരൊക്കെ ക്രിമിനലാണ്. സമൂഹത്തിൽ ഇവരെ ആവശ്യമില്ല, കോളേജിലും സ്കൂളിലും ആവശ്യമില്ല. അതാണ് ഗവൺമെന്റ് വിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവിറക്കിയില്ലെങ്കിൽ ഈ കോളേജുകളിലെ ഇതുപോലെയുള്ള ഇടിമുറികൾ എല്ലാം സീൽ ചെയ്യാൻ കൺസേൺഡ് ആയ SHOയ്ക്ക് അധികാരമുണ്ട്. SHOമാർ അത് സീൽ ചെയ്യണം. അത് അവിടെ പ്രവർത്തിക്കണ്ട. ആ മുറിയുടെ ഇടിമുറിക്ക് സൗകര്യം കൊടുത്ത പ്രിൻസിപ്പള്, അവിടെ വൈസ് പ്രിൻസിപ്പള്, ആ കോളേജിലെ കമ്മിറ്റി അംഗങ്ങളെ പ്രതിയാക്കിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ ഞാൻ പറയുന്നത്. അത് എല്ലാ സ്ഥലത്തും അത് വേണ്ടി വരും. കാരണം ഇങ്ങനെയുള്ള ഒന്നും അല്ല രാഷ്ട്രീയ പാർട്ടികൾ അല്ല രാഷ്ട്രീയ പാർട്ടി സംഘടനകളിലെ ഈ കുട്ടികളെ സ്റ്റുഡൻസിനെ വിഭാവന ചെയ്തിട്ടില്ല. അത് അവരുടെ കാര്യം. പക്ഷെ കോളേജും സ്കൂളുകളിൽ ഇതുപോലെയുള്ള പ്രവർത്തനം ക്രിമിനാലിറ്റി അല്ലെ ക്രിമിനലിനെ വെട്ടി വാഴിക്കാനായിട്ട് പ്രിൻസിപ്പളും അവിടുത്തെ സ്റ്റാഫും അവിടുത്തെ രാഷ്ട്രീയ സംഘടന അനുവാദം കൊടുക്കുന്നെങ്കിൽ അവരെ പ്രതി ചേർത്ത് വേണം പോലീസ് മുന്നോട്ട് പോകാൻ. അതിനാണ് ഹൈക്കോടതിയിൽ നിന്ന് ഡയറക്ഷൻ വാങ്ങിക്കേണ്ടത്. മാതാപിതാക്കൾ അങ്ങനെ ഡയറക്ഷൻ വാങ്ങിക്കും. കാരണം ഇത് സീൽ ചെയ്യേണ്ടതാണ്. ഈ ഇടിമുറികളെല്ലാം കേരളത്തിലുള്ള എല്ലാ കോളേജിലും
എല്ലാ +2 നിലവാരത്തിലുള്ള കോളേജുകളിലും, എല്ലാ ടെക്നോളജിക്കൽ കോളേജുകളിലും, എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും MBBS ആയാലും ശരി, അവിടെയൊക്കെ ഇടിമുറിയുള്ള സ്ഥലം മുഴുവൻ നിരോധിക്കണം, സീലി വെക്കണം. അത് പ്രിൻസിപ്പളിന്, ഓരോ കൺസേൺഡ് കോളേജിലെയും സ്കൂളിലെയും പ്രിൻസിപ്പളിന് അതിന് ഭയമാണെങ്കിൽ, അവിടുത്തെ രാഷ്ട്രീയ സംഘടനയുള്ള അധ്യാപകരെ ഭയമാണെങ്കിൽ പോലീസ് ആ പണി ചെയ്യണം, അത് സീൽ ചെയ്യണം. പ്രത്യേകിച്ച് കാര്യവട്ടത്തെ ഈ സ്കൂളിനകത്ത് കുറെ നാളുകളായി ഇടിമുറിയായിട്ട് പല പല ആരോപണം വന്നു. അത് ഈ ഒരു കേസോട് കൂടി അതെങ്കിലും സീൽ ചെയ്യാനായിട്ട് ഇവിടുത്തെ റൂറൽ SP അല്ലെങ്കിൽ ADGP അല്ലെങ്കിൽ DGP തയ്യാറാകണം. അങ്ങനെയാണ് ക്രിമിനലിനെ നമ്മൾ ഒതുക്കുന്നത്. അതുകൊണ്ട് അത് മറന്നു പോകരുത്. അത് ഏത് ഭരണകക്ഷിയുടെ സംഘടനയായാലും ശരി, ആരായാലും ശരി, അത് വളർത്തുന്നത് ശരിയല്ല. അത് പോലീസ്, അത് ഭരണകക്ഷിയോടുള്ള കൂറ് കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇവർക്കെതിരായി ശക്തമായ നടപടി എടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ SFI ബിൻസ് ജോസിന്റെ അമ്മയുടെ വിലാപം, അപ്പന്റെ വിലാപം നമ്മൾ കേട്ടാണ്. അവർ തകർന്നു പോയി. ആ കൊച്ചിനെ അവിടുന്ന് മാറ്റി ഇനി അവിടെ പഠിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് ഇടിമുറി സൂചി ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അവിടുത്തെ ഈ കുട്ടിയെ പീഡിപ്പിച്ച വിദ്യാർത്ഥികളുടെ DBARയിൽ അവരെ കേരളത്തിൽ ഒരു സ്കൂളുകളിലും അവരെ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ക്രിമിനലിനെ നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കണം. അവർക്ക് പൂജപ്പുരയെ പോയി കിടന്നാൽ മതി. അതിശക്തമായ നടപടികൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ മാതാപിതാക്കൾ എടുക്കണം. രാഷ്ട്രീയ മത ചിന്തയില്ലാതെ എടുത്തിട്ട് ഈ സംഘടനയെ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.